നമസ്കാരം. വോട്ടർ അധികാര യാത്രയുമായി ബീഹാറിൽ രാഹുൽ ഗാന്ധി പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തിയത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ചതുൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വോട്ട് കൊള്ളയെക്കുറിച്ചുള്ള ആരോപണങ്ങളിൽ ഒരു അന്വേഷണവും ഉണ്ടാവില്ലെന്നാണ് കമ്മീഷൻ അസന്നിഗ്ധമായി പറഞ്ഞത്. എന്നാൽ വോട്ടട്ടിമറിയെക്കുറിച്ചുള്ള പ്രധാന ചോദ്യങ്ങളിൽ കമ്മീഷൻ മറുപടി നൽകിയുമില്ല. ചില മറുപടികളാകട്ടെ കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ നിഷ്പക്ഷത തെളിയിച്ചോ അതോ സ്വയം തുറന്നു കാട്ടപ്പെട്ടു? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മുടെ അതിഥികളായി നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഫലനിരീക്ഷകൻ ഷാബു പ്രസാദ്, CPM വക്താവ് എസ് സമ്പത്ത്, കോൺഗ്രസ് വക്താവ് KP നൌഷാദ് എന്നിവർ. ആദ്യം ഷാബു പ്രസാദിലേക്ക്. ഷാബു പ്രസാദ്, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണവും ഉണ്ടാവില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരുന്നു. മറ്റൊരു കാര്യം, ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഇനി പരാതി ഉണ്ടെങ്കിൽ സത്യവാങ്മൂലം എഴുതി തരൂ, ഇല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയുമെന്ന് ആവർത്തിക്കുകയും ചെയ്തു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഉന്നയിക്കപ്പെട്ട ചില ചോദ്യങ്ങൾ, ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തും എമ്പാടും ഉയർന്നു വരുന്ന കാര്യങ്ങൾ അന്വേഷണം ഉണ്ടാകുന്ന ചോദ്യത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. മഹാരാഷ്ട്രയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അദ്ദേഹം മറുപടി നൽകിയുമില്ല. പിന്നെ മറ്റു ചില ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ഈ മൊത്തത്തിലുള്ള വാർത്താ സമ്മേളനം വിലയിരുത്തുമ്പോൾ ഉയർന്ന സംശയങ്ങൾക്കെല്ലാം മറുപടിയായെന്ന് തെളിയുന്നുണ്ടോ? നോക്കൂ, ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് എല്ലായിടവും അവിടെയും ഇവിടെയും ഉയരുന്ന എല്ലാ സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയാൻ കഴിയില്ല. ആരോപണങ്ങളും പരാതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും ഒരാൾക്കൊരു ഇപ്പം എനിക്ക് അജിംസിനെതിരെയോ പരാതി ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞു നടന്നാൽ പോലെ ആ പരാതി വളരെ വ്യക്തമായ രീതിയിൽ, വ്യവസ്ഥാപിതമായ രീതിയിൽ അത് ഡോക്യുമെന്റഡ് ആയി നൽകി അങ്ങനെ വേണം. അതൊരു സിസ്റ്റമാണ്. നമ്മുടെ നാട്ടിലെ രാജ്യത്തെ ഒരു സിസ്റ്റമാണ്. നമ്മളിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയി ചെറിയ പരാതി പറഞ്ഞാലും അത് എഴുതി വെക്കാനാണ് പറയുക. അവർ നമ്മളെ എഴുതാനൊക്കെ സഹായിക്കും. അങ്ങനെ അതൊന്നും ചെയ്യാതെ ഒരു പത്രസമ്മേളനത്തിൽ, ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കുറെ പ്രസന്റേഷൻ നടത്തി. അവിടെ നിന്ന് കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു. വോട്ട് മോഷ്ടിച്ചു എന്ന് പറയുന്ന ആ ആരോപണങ്ങൾക്ക് അത് വെറും രാഷ്ട്രീയ പ്രചരണം എന്നുള്ളതിനപ്പുറം അതിൻ്റെ അകത്തൊരു പ്രാധാന്യം ഇലക്ഷൻ കമ്മീഷൻ കാണുന്നില്ല. അതേസമയം ഇവർക്ക് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ച് ഇതിന്റെ കസ്റ്റോഡിയൻ ഇലക്ഷൻ കമ്മീഷനാണല്ലോ. ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളിൽ പരാതിയുണ്ട്, ഇന്ന കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, അതിൻ്റെ അകത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് ചെയ്യണം എന്നല്ലേ പറയുന്നുള്ളൂ. അത് ചെയ്യില്ല. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത MP ആണ്. എനിക്ക് പറയാനുള്ളത് ജനങ്ങളോടാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി വേണമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചോണം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ വ്യവസ്ഥിതിയെ, നിയമവ്യവസ്ഥിതിയെയും ഭരണഘടനയെയും ഒക്കെയുള്ള ഒരു തരം തുറന്ന വെല്ലുവിളിയാണ്. അതിന്റെ കാരണം വേറൊന്നുമല്ല, അങ്ങനെ ചെയ്താൽ അത് പിന്നെ അവർക്ക് തന്നെ പ്രശ്നമാകുന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് അത്രയല്ലേ പറയുന്നുള്ളൂ. ഇപ്പം ഇവിടെ തൃശ്ശൂരെ കാര്യം പറഞ്ഞാൽ ഇനി മറ്റൊരു കാര്യം പറയട്ടെ. മഹാദേവപുരത്തെ കാര്യമാണല്ലോ ഇവിടെ പ്രധാനമായിട്ട് വന്നത്. അദ്ദേഹം 6 മാസം എടുത്ത് കഷ്ടപ്പെട്ട് ചെക്ക് ചെയ്യാൻ. നോക്കൂ, ഇപ്പൊ തൃശ്ശൂരായാലും ശരി, മഹാദേവപുരമായാലും ശരി, ഇവിടെ ഒക്കെ കോൺഗ്രസിന് അടിസ്ഥാന പ്രവർത്തനങ്ങളുള്ള സ്ഥലമാണ്. ശക്തമായ ബൂത്ത് തല പ്രവർത്തനങ്ങളുള്ള ഇടങ്ങളാണിത്. അവിടുത്തെ ഒരു ബൂത്തിൽ എത്ര വോട്ടുണ്ട് ജിൻസേ? ഏറിയാൽ മാക്സിമം 1000-1200 വോട്ട്. ആ ഒരു ബൂത്തിന് ഒരാൾ വെച്ച് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. ഈ വോട്ടുകൾ ക്രോസ് ചെക്ക് ചെയ്യാൻ ഒരു ജനങ്ങളുമായി ബന്ധമുള്ള, ഒരു അനുഭവ സമ്പത്തുള്ള ഒരു ബൂത്ത് ഏജന്റിന് 1 മണിക്കൂർ മതി. എന്റെ ബൂത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവർ ഇലക്ഷൻ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരേണ്ടി എത്ര അവസരങ്ങളാണല്ലോ. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. എല്ലാ ബൂത്ത് ഏജൻസിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കയ്യിൽ അതുണ്ട്. തന്റെ ബൂത്തിലെ 1200 വോട്ടുകൾ മാത്രം അയാൾ നോക്കിയാൽ മതി. എന്റെ ബൂത്തിൽ എനിക്ക് പരിചയമില്ലാത്ത ഇന്നലെ ഇവിടെ വന്ന കുറെ പേരുണ്ട്, അവർക്ക് ചൂണ്ടിക്കാണിക്കാം. ഇലക്ഷന്റെ ദിവസം ബൂത്തിലിരിക്കുന്നവർക്ക് ഓരോരുത്തരെയും മുഖപരിചയമുള്ളവരാണ്. വന്ന് ടിക്ക് ചെയ്തിട്ടാണ് അവിടെ പോകുന്നത്. നമുക്കറിയാം ഇലക്ഷന്റെ പ്രോസസ് എങ്ങനെയാണെന്നുള്ളത്. അവസാനം പോളിംഗിന് ശേഷം എല്ലാം തൃപ്തികരം എന്ന് എഴുതി ഒപ്പിട്ടതിന് ശേഷം മാത്രമേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ചാലഞ്ച് ചെയ്യാം. ആ അവസരമുണ്ടായിരുന്നു. ഇനി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പരാതി കൊടുക്കാൻ അവസരമുണ്ടായിരുന്നു. 45 ദിവസത്തിനകം കോടതിയിൽ പോകാനുള്ള അവസരമുണ്ടായിരുന്നു.
ഇങ്ങനെ ഇത്രയും അവസരങ്ങൾ ഉണ്ടായിട്ട് ഇതൊന്നും ഉപയോഗിക്കാതെ ഇലക്ഷനും കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് ഞാൻ 6 മാസം എടുത്ത് കഷ്ടപ്പെട്ട് ചെക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ആ മഹാദേവപുരത്തെ ബൂത്ത് ഏജൻസ് ഒരു മണിക്കൂർ വിചാരിച്ചാൽ മതിയായിരുന്നു ഇത് ചെക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ചെയ്യണം. പിന്നെ മറ്റൊന്ന്, ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സാധനം എന്താ? ഇത് ആകാശത്തുനിന്ന് പൊട്ടി വീണമൊന്നുമല്ല. അത് 300 പേര് മാത്രമേ ഇലക്ഷൻ കമ്മീഷനിൽ ഡയറക്റ്റ് എംപ്ലോയീസ് ഉള്ളൂ. ബാക്കി മുഴുവൻ ഈ രാജ്യത്ത് 10 ലക്ഷം BLOമാരുണ്ട്. ഈ എക്സ്ട്രീംലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് നമ്മുടെ ഇലക്ഷൻ സിസ്റ്റം. അതിന്റെ ഭാഗമായി ഈ 300 പേരൊഴിച്ച് ബാക്കി 5 മില്യൺ 50 ലക്ഷമാണ് അപ്പൊ ഉദ്യോഗസ്ഥരുടെ ഇലക്ഷന്റെ ഭാഗമാണത്. ഇത് മുഴുവനും അതാത് സംസ്ഥാന ഗവൺമെന്റുകളുടെയും അവരുടെ ഉദ്യോഗസ്ഥരാണ്. ഇത്രയും പേരെ സ്വാധീനിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും പേരെ പറ്റിച്ചു എന്ന് പറഞ്ഞാല് നമുക്കൊക്കെ സാമാന്യ ബോധമില്ലേ? എത്ര അവസരങ്ങളിൽ കൂടെ കടന്നുപോയി. ശ്രീ ശ്യാമപ്രസാദ്, അങ്ങയുടെ മറുപടിയിലേക്ക് കൂടി ആഡ് ചെയ്യുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എത്ര തവണയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് കണ്ടും അല്ലാതെയും പരാതികൾ നൽകിയിട്ടുള്ളത്? ആ പരാതികളിൽ കമ്മീഷന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് അങ്ങ് ഓർക്കുന്നുണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞതുപോലെ ഒരു നിമിഷം തൃശ്ശൂരിൽ ഉദാഹരണം പറഞ്ഞു. തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകളുണ്ട് എന്ന് മുഖ്യ വരണാധികാരിക്ക് LDF സ്ഥാനാർത്ഥി നേരിട്ട് കംപ്ലൈന്റ് ചെയ്തതാണ്. അദ്ദേഹം പരിഗണിച്ചേയില്ല. കരട് ലിസ്റ്റിൽ വന്നവരെ വോട്ട് ചെയ്തോട്ടെ എന്നാലും അദ്ദേഹത്തിന്റെ നിലപാട്. അപ്പോൾ നിങ്ങൾ പറയുന്നതിന് മറ്റൊരു കാര്യം, സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഉദ്യോഗസ്ഥ വൃന്ദം എന്നിരിക്കെ ഈ ഉദ്യോഗസ്ഥരെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. അതെ. ഇനി ഒരു കാര്യം, ഇവർക്ക് പരാതി കൊടുത്തിരുന്നു. ഇലക്ഷൻ കമ്മീഷന് അല്ലെങ്കിൽ ഭരണാധികാരിക്ക് പരാതി കൊടുത്തിരുന്നു. ഭരണാധികാരി ആണെങ്കിൽ ഇവരപ്പോഴത്തേക്ക് പഞ്ചമുച്ച ഉടക്കി മിണ്ടാതൊക്കെ പോയോ? അതാണോ ഇവരുടെ ഉത്തരവാദിത്വം? അവരതിന്റെ ഫർദർ കൊണ്ട് ചെയ്തില്ല എങ്കിൽ രാഹുൽ ഗാന്ധി വിപുലമായ ഒരു പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് എന്തായാലും എല്ലാ സംസ്ഥാനങ്ങളോടും ആലോചിച്ചിരിക്കുമല്ലോ. അദ്ദേഹം കാണിച്ച ആ പ്രസന്റേഷൻ, ഇന്ന ദിവസം ഞങ്ങൾ തൃശ്ശൂർ ഭരണാധികാരിക്ക് കൊടുത്ത കംപ്ലൈന്റ് ആണ് ഇത്. ഇതിന് ഇലക്ഷൻ കമ്മീഷൻ അനങ്ങിയിട്ടില്ല. അദ്ദേഹം വലിയ പ്രസന്റേഷനിലാണ് നടത്തിയത്. അങ്ങനെ എന്തെങ്കിലും കാണിച്ചു? ഈ കേരളത്തിലെ മഹാരാഷ്ട്രയിലെ പറ്റിയുള്ള ആരോപണം പോലും അദ്ദേഹം പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എനിക്ക് നിങ്ങളുടെ അടുത്തുള്ള വോളിയം കുറവേ കേൾക്കുന്നുള്ളൂ, ശരിക്കും കേൾക്കുന്നില്ല. ഓക്കെ, അങ്ങ് തുറന്നോളൂ, ഞാൻ അത് ശരിയാക്കാം. അപ്പോ ഈ കേരളത്തിൽ തന്നെ ഏതാണ്ട് 20,000-22,000 ബൂത്ത് ഉണ്ടെന്നാണ് കറക്റ്റ് ആണെന്നാണ് എന്റെ അറിവ്. ഇനി എത്രയാണെങ്കിലും ആയിക്കോട്ടെ. ഇത്രയും പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരു ബൂത്തിൽ ഒരു 5 പോളിംഗ് ഉദ്യോഗസ്ഥർ വെച്ചുണ്ട്. അത് കൂടാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും BLAമാരുണ്ട്. ഇത്രയും BLOമാരുണ്ട്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഒരു സംവിധാനമാണ് കേരളത്തിൽ പോലും, ചെറിയ സംസ്ഥാനമായി കേരളത്തിൽ പോലും ഉള്ളത്. അവിടെ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ മുഴുവനും കബളിപ്പിച്ചുകൊണ്ട് ഇവിടെ BJP വോട്ട് ചേർത്തു, ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ആരെയാണ് ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യരുടെ സാമാന്യ ബോധത്തിനെയാണ് അഹിംസ വെല്ലുവിളിക്കുന്നത്, പരിഹസിക്കുന്നത്. ശരി ഷാബു പ്രസാദ്. ശ്രീ KP നൗഷാദ് അലി, ഇവിടെ ഈ വിഷയങ്ങൾ ഉയർന്നു വന്ന സമയത്ത് BJP നേതാക്കളും BJPയുടെ വക്താക്കളും ഒക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായും പറഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ടാണോ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്? ആ സമയത്ത് നിങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നില്ലേ? തുടങ്ങി അതേ പാറ്റേണിലുള്ള മറുപടികൾ കമ്മീഷനിലുണ്ടായി. പക്ഷേ ചില ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യുകയും ചെയ്തു. കമ്മീഷൻ്റെ ഈ വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ റാലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ്. കമ്മീഷൻ തങ്ങളുടെ നിഷ്പക്ഷത, സുതാര്യത തെളിയിച്ചോ വാർത്താ സമ്മേളനത്തിൽ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രമാത്രം ദയനീയമായിട്ടാണ് പെരുമാറുന്നത് എന്ന് എല്ലാവരും കണ്ടതാണ്. അവർ പുതുതായിട്ട് ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, തീർത്തും പരിഹാസ്യരാകുന്ന തരത്തിലുള്ള ചില വാചക കസർത്തുകളാണ് അവർ നടത്തിയത്.
ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അതായത് അവരിപ്പോഴും പറയുകയാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ സാധ്യമാകുന്ന ഒരു തരത്തിലുള്ള പിന്നെ വോട്ടർ പട്ടികയും നൽകില്ല, ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റ് നൽകില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നിട്ട് അവർ പറയുകയാണ് അത് വോട്ടർമാരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന്. അപ്പൊ ഇവർ ഈ PDF ഫയലിലാക്കിയിട്ടും ഹാർഡ് കോപ്പി ആക്കിയിട്ടും ഒക്കെ നാടുനീളം വിതരണം ചെയ്യുന്ന ആ ഫയലുകൾ അല്ലെങ്കിൽ ആ പേപ്പറുകളൊന്നും ഒരു തരത്തിലുള്ള ഡാറ്റ ചോരണവും നടത്തുന്നില്ല. ഇത് ഡിജിറ്റലാക്കി കഴിഞ്ഞാൽ ഡാറ്റയൊക്കെ പിന്നെ സ്വകാര്യതയെ ബാധിക്കുന്ന തരത്തിൽ പ്രശ്നമാവുമെന്നാണ് പറയുന്നത്. വോട്ടർക്ക് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കള്ളവോട്ട് ചെയ്യുന്നവരുടെ ഡാറ്റ പുറത്തു വരുന്നതിനുള്ള വലിയ വിഷമമാണ് അവർക്കുള്ളത്. അവരത് ഇത്തരത്തിൽ ഇങ്ങനെ പിന്നെ പറഞ്ഞു തീർക്കുന്നു എന്നുള്ളതാണ് അവിടെ വിവരമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവുന്ന കാര്യം. പിന്നെ അവർ ഒരു ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല, ഒരു ദീർഘമായ പ്രസംഗങ്ങൾ നടത്തുന്നു, ചോദ്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവും അവരുടെ പറച്ചിലുകൾക്കില്ല. പിന്നെ ഭീഷണി അവർ മുറക്ക് നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനോട് പറയുന്നത് ഭരണഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അത് മുറിപ്പെടുന്നതിനെ കുറിച്ചൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ ഏകപക്ഷീയമായിട്ട് പെരുമാറി സ്വയം ഈ ഭരണഘടനയെ വഞ്ചിക്കുന്ന വ്യഭിചരിക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിലൊക്കെയുള്ള ചാരിത്ര പ്രസംഗമൊക്കെ നടത്തുന്നു. ഇതൊക്കെ കാണുന്ന ജനങ്ങൾക്ക് വളരെ കൃത്യമാണ് എന്താണിത് എന്നുള്ളത്. അവരുടെ മടിയിൽ ചെറിയ കനമല്ല ഉള്ളത് എന്ന് നാട്ടുകാർക്ക് അവിടെ തടിച്ചുകൂടിയ പത്രക്കാർക്കൊക്കെ ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷവും പൊതുബോധവും ഈ രാജ്യത്ത് ഉരുത്തിരിയാൻ ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷന്റെ പത്രസമ്മേളനം സഹായിച്ചു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാൻ ഇവിടെ മറ്റൊരു കാര്യം പറയട്ടെ. ഇവർ കാര്യമായിട്ട് ഈ BJP പ്രതിനിധികൾ പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് പരാതി കൊടുത്തുകൂടാ എന്നുള്ളതാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യം പറയാമോ ജിംസെ? ഒന്നാമതായിട്ട് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്ട് ഈ BJP സർക്കാർ പാസ്സാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്ന് 2024 ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകളൊക്കെ 93(2)A എന്നൊരു ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ട് സ്വകാര്യ രേഖകളാക്കി മാറ്റി. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് നിരന്തരം കത്തിടപാടും വിവരാവകാശ പിന്നെ അപേക്ഷകൾ നൽകലും അവർ ഡാറ്റ തരണമെന്ന ആവശ്യം പാർലമെന്റിലും പുറത്തുമൊക്കെ ഉന്നയിക്കുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾ നോക്കണം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മെയ് മാസത്തിൽ അവര് CCTV ഫൂട്ടേജും വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, വെബ്കാസ്റ്റിംഗും ഒക്കെ 45 ദിവസം കൊണ്ട് നശിപ്പിക്കണം എന്നൊരു നിയമം ഉണ്ടാക്കിയിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും നിർദ്ദേശം കൊടുത്തു. എന്തിനാണ് ഇങ്ങനൊരു നിയമം ഉണ്ടാക്കുന്നത്? പിന്നെ എന്തിനു വേണ്ടിയാണ് ഇവരിതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്? 45 ദിവസത്തിനകം നശിപ്പിക്കണം എന്നിവർ നിയമം ഉണ്ടാക്കുന്നതിന്റെ യുക്തി ഇവരൊന്ന് വിശദീകരിക്കണം. ഇവർക്കറിയാം രാഹുൽ ഗാന്ധി ഈ അടിവേരടക്കം മാന്തി പുറത്തിടാൻ പോവുകയാണ്. അപ്പൊ തങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ ഡാറ്റകളും ഈ പറഞ്ഞ പിന്നെ അതായത് വോട്ട് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ അമ്മയുടെയും പെങ്ങന്മാരുടെയും വീഡിയോകൾ ശേഖരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നാണ് മാധ്യമപ്രവർത്തകരോട് കമ്മീഷൻ ചോദിച്ചത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ പല കടകളുടെ മുമ്പിലും CCTV ഉണ്ട്, ഹൈവേ ഡിപ്പാർട്ട്മെന്റ് CCTV ഉണ്ട്, ആഭ്യന്തര വകുപ്പിന്റെ CCTV ഉണ്ട്. അതിലൊക്കെ ആയിരക്കണക്കിന് അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കുമാരിമാരുടെയും ഒക്കെ പിന്നെ മുഖങ്ങളും അവരുടെ ചലനചിത്രങ്ങളും ഒക്കെ അതിൽ പതിയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ട് അതും കൂടി ഒന്ന് റദ്ദ് ചെയ്യട്ടെ. കാരണം അമ്മമാരുടെയും പിന്നെ നമ്മുടെ ഭാര്യമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ വീഡിയോ പുറത്തു വരുന്നതിൽ ഇവർക്ക് ഇത്ര കുണ്ഠിതമുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് ചെയ്യട്ടെ. കാരണം ഇത് നമ്മളൊന്ന് പുറത്തിറങ്ങിയ എവിടെ നിന്നൊക്കെയാണ് CCTVയുടെ ആ പരിധിയിൽ നമ്മൾ പെടുക, എത്ര CCTVയുടെ പരിധിയിലാണ് പെടുക, ഏത് ആംഗിളിലാണ് പെടുക എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അത് അവിടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ അവിടെ സമീപിക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സദയം അതും കൂടി ഒന്ന് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴ്വഴക്കം മുൻനിർത്തി സർക്കാർ വേണമെങ്കിൽ ഈ CCTV ദൃശ്യങ്ങൾക്കൊക്കെ ഒരു നയം മാറ്റം കൊണ്ടുവരാൻ തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ 40-45 ദിവസത്തിനകത്ത് ഈ വീഡിയോഗ്രാഫിയൊക്കെ നശിപ്പിച്ചിട്ട് ഇവർ നിയമം ഉണ്ടാക്കിയിട്ട് ഇവരിപ്പോ പറയാണ് കോടതിയെ സമീപിക്കണമെന്ന്. ഇവർ കൊളീജിയത്തോടെ എങ്ങനെ പെരുമാറിയെന്ന് നമുക്കറിയാം. 2015 ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ കൊണ്ടുവരാൻ നോക്കിയവരാണ് ഇവര്. പ്രധാനമന്ത്രി നിയമിക്കുന്ന 2 ആളുകളും ചീഫ് ജസ്റ്റിസും 2 ജസ്റ്റിസുമാരും ക്യാബിനറ്റ് അംഗവും അടങ്ങുന്ന ഒരു കമ്മീഷൻ കൊണ്ടുവന്നപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് അതിനെ റദ്ദ് ചെയ്തിട്ട് കൊളീജിയം പുനഃസ്ഥാപിച്ചത്. പിന്നെ എങ്ങനെ ഇവർ കൊളീജിയത്തോട് പെരുമാറിയത് എന്നുള്ളത് നമ്മൾ കണ്ടതും കേട്ടതുമാണ്. 4 ജഡ്ജിമാരാണ് 2018 സുപ്രീം കോടതിയുടെ വാതിക്കൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പത്രസമ്മേളനം നടത്തിയത്. ഈ 2023 30 കൊളീജിയം നിർദ്ദേശങ്ങളാണ് ഇവർ നിഷ്കരണം തള്ളിയത്. കൊളീജിയം രണ്ടാമതും നടത്തുന്ന ശുപാർശകൾ മാൻഡേറ്ററി ആയിട്ട് അംഗീകരിക്കണമെന്ന കീഴ്വഴക്കം ഇവരാണ് അട്ടിമറിച്ചത്. ഇപ്പോഴിതാ കൊളീജിയത്തിന്റെ വകയായിട്ട് തന്നെ ബോംബെ ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായിട്ട് ഇവരുടെ മുൻ വക്താവിനെയൊക്കെ നിയമിക്കുകയാണ്. അപ്പൊ ഇവർ ഈ സാമഭേദ ദാനദണ്ഡങ്ങൾ കഴിഞ്ഞ ഒരു വ്യാഴവട്ടമായി പ്രയോഗിക്കുന്നത് കൊളീജിയത്തിന് മേൽ ഏശി തുടങ്ങിയോ എന്ന് പോലും
ഇവിടുത്തെ ആളുകൾക്ക് സന്ദേഹമുണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. ചൈനയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തിയപ്പോൾ താങ്കൾ ഏത് രാജ്യക്കാരനാണ് എന്ന് ഒരു ജഡ്ജി സുപ്രീം കോടതിയിൽ ഇരുന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുകയാണ്. മോത്തിലാലിന്റെയും ജവഹർലാലിന്റെയും ഇന്ദിരാഗാന്ധിയുടെ പ്രപൗത്രനോട്, രാജീവ് ഗാന്ധിയുടെ പുത്രനോട് ഇവർ ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ത്യക്കാരനാണോ എന്ന്. അപ്പൊ ഇത്തരത്തിലൊക്കെ പോകുന്ന ഒരു പ്രത്യേക വ്യവസ്ഥിതിയിൽ അവർക്ക് രക്ഷയുണ്ടാകുമെന്ന് BJP-ക്കാരും കേന്ദ്രഭരണവും അമിത ആത്മവിശ്വാസം മുൻനിർത്തി കരുതുന്നുണ്ടാകാം. അവിടെ ചെന്നിട്ട് ഇതങ്ങ് ഡിസ്പോസ് ചെയ്തിട്ട് തങ്ങൾ പരിശുദ്ധരാണ് എന്ന് തെളിയിക്കാനുള്ള വേലയും അടവുമൊന്നും ഈ ജീവിക്കുന്ന തെളിവുകൾക്ക് മുന്നിൽ വിലപ്പോവുകയില്ല. ഞാൻ ഒരു കാര്യം കൂടി അജിംസറോട് പറയാം. നമ്മളിപ്പോ ഈ വോട്ടർ പട്ടികയിൽ അനർഹരായിട്ടും തെറ്റായ വിലാസത്തിലൊക്കെ ആളുകൾ ഒരു 100 1000 ഇനി ഒരു 5000 പേരെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ കയറിക്കൂടിയാൽ അത് ആകസ്മികമായിട്ട് സംഭവിച്ചു പോയതാണ്. സംശയത്തിന്റെ ആനുകൂല്യം നൽകി നമുക്ക് വിട്ടുകളയാമായിരുന്നു. പക്ഷെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള 50,000 60,000 ആളുകൾ വരുമ്പോ അതെങ്ങനെ സംശയത്തിന്റെ ആനുകൂല്യത്തിന്റെ പരിധിയിൽപ്പെടും? എങ്ങനെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും ദളിതുകളും സ്ത്രീകളും അടങ്ങുന്ന 75,000-80,000 ആളുകളെ പട്ടികയിൽ നിന്ന് വെട്ടിപ്പോകുന്നു? 1.5 ലക്ഷം പേരെയും നോട്ടീസ് നൽകി എങ്ങനെ കമ്മീഷൻ വിളിച്ചു വരുത്തുമെന്നാണ് കമ്മീഷൻ ചോദിച്ചത്. നിങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു 10 100 പേരുടെ ആരോപണം ഉന്നയിക്കൂ എന്നാണ് കമ്മീഷൻ പറഞ്ഞത്. ഞാനൊരു കാര്യം അല്ല അജിംസെ കമ്മീഷൻ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. 1960 വോട്ടർ രജിസ്റ്റർ ആക്ടിലെ 18-ാം വകുപ്പ് പ്രകാരമാണ് കമ്മീഷൻ നോട്ടീസ് നൽകാതെ വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ നീക്കാനുള്ള അധികാരം കൈയാളുന്നത്. ഇത് സുപ്രീം കോടതിയിൽ കേസുണ്ടായിരുന്നു. 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിക്ക് നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് നോട്ടീസ് നൽകിയ കാരണം ചോദിക്കാതെ ഒരാളെയും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കില്ല എന്നാണ്. ആ സുപ്രീം കോടതിക്ക് നൽകുന്ന എല്ലാ വാക്കുകളും തെറ്റിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളെയും BJP ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അവർക്ക് സുപ്രീം കോടതിയെ പോലും വിലയില്ല. സുപ്രീം കോടതിക്ക് കൊടുക്കുന്ന വാക്കോ സുപ്രീം കോടതിയുടെ നിർദ്ദേശമോ ഒന്നും ഇവരുടെ ബധിരകരണങ്ങളിലാണ് പതിക്കുന്നത്. കാരണം കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായിട്ട് പോകുമ്പോ ഇവർക്ക് വേണ്ടപ്പെട്ട വല്ല സംവിധാനമൊക്കെ ഉണ്ടാകുമെന്ന ധൈര്യമായിരിക്കും ഇവരെ നയിക്കുന്നത്. അഹിംസ ഈ രാജ്യത്തിന്റെ ഈ വ്യവസ്ഥിതിക്ക് തന്നെ വലിയ ഹാനി വരുത്തിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഹിന്ദു മുസ്ലിം ഒന്നുമില്ല. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ ഇവിടെ പരിഷ്കൃതമായ സംസ്കൃതമായ കാലോചിതമായ ആധുനികമായ പുരോഗമനപരമായ ഒരു വ്യവസ്ഥിതി ഉണ്ടാകാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത്. അതാണ് രാഹുൽ ഗാന്ധിയുടെ പുറകിൽ ഇന്ന് ആളുകൾ അണിനിരന്ന് തുടങ്ങിയിട്ടുള്ളത്. അതാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾക്ക് BJP-യേക്കാൾ ഉയർന്ന വ്യൂവർഷിപ്പും ലൈക്കും ഒക്കെ ലഭിക്കുന്നത്. രാജ്യം മാറി തുടങ്ങിയിരുന്നു. അജിംസെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് പരംജോയ് ഗുഹ തക്കൂർത്തെ പോലുള്ള മാധ്യമപ്രവർത്തകർ എഴുന്നേറ്റ് ചോദിച്ച ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രളയ സമയത്ത് അടിയന്തരമായി നിങ്ങൾ ബീഹാറിൽ തീവ്ര പരിശോധന നടത്തുന്നത്? മഹാരാഷ്ട്രയിൽ മുതിർന്നവരേക്കാൾ കൂടുതൽ വോട്ടർമാരുണ്ടായത് എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേക്കുറിച്ച് പറയേണ്ട സംശയങ്ങൾ, ചോദ്യങ്ങളോട് മറുപടി പറയേണ്ട സമയത്ത് ആ ചോദ്യങ്ങൾക്കെല്ലാം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വന്ന് ഉത്തരം നൽകുന്നത് എന്തുകൊണ്ടാണ്? കമ്മീഷൻ എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്? ഈ 3 ചോദ്യങ്ങൾക്കും മറുപടിയേ ഉണ്ടായില്ല കമ്മീഷന്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ കമ്മീഷൻ 5 ചോദ്യങ്ങൾ വെച്ച് മാധ്യമങ്ങളിൽ നിന്ന് സ്വീകരിച്ചു. അതിൽ ഉത്തരം പറയാൻ പറ്റുന്നവയ്ക്ക് ഉത്തരം നൽകി ബാക്കി സ്കിപ്പ് ചെയ്തു. അങ്ങനെ തടി തപ്പുകയായിരുന്നു എന്ന് തോന്നിയോ? അജിംസെ, താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഇന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ വാർത്താ സമ്മേളനം നടത്തിയത് അതിങ്ങനെ ലൈവായി കാണുകയുണ്ടായല്ലോ. നിങ്ങളൊക്കെ അത് പൂർണ്ണമായി കണ്ടവരാണ്. അതിൽ ഈ നിങ്ങൾക്കൊക്കെ നന്നായി ഈ ശരീരഭാഷ വർത്തമാനം പറയുന്നത്. ഇപ്പം ഞങ്ങൾ 4 പേര് ഉണ്ട് ഇതിൽ. ഇപ്പോൾ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാരുണ്ട്, നമ്മുടെ സുഹൃത്ത് ശ്രീ ഷാബു പ്രസാദ് ഉണ്ട്, ഇപ്പോൾ ഇവിടെ കോൺഗ്രസിന് വേണ്ടിയിട്ട് ശ്രീ KP നൗഷദ് അലി ഇവിടെ ഉണ്ട്, CPM-നെ പ്രതിനിധീകരിച്ച് സമ്പത്ത് ഇവിടെ ഉണ്ട്. സ്വാഭാവികമായും അപ്പുറത്ത് ഞങ്ങൾ ഈ ക്യാമറയ്ക്ക് മുന്നിലിരിക്കുമ്പോൾ അജിംസിന് ഞങ്ങളുടെ ശരീരഭാഷ കൃത്യമായി നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുമല്ലോ. നാവ് കള്ളം പറഞ്ഞാലും കണ്ണ് കള്ളം പറയില്ല എന്നത് സാധാരണ അഭിഭാഷകർ കൂട്ടിൽ കയറ്റി നിർത്തിയിരിക്കുന്ന അവരെ വിസ്തരിക്കുമ്പോൾ ഈ നാവ് കള്ളം പറഞ്ഞാലും കണ്ണ് കള്ളം പറയില്ല എന്ന് ന്യായാധിപന്മാർക്ക് അവരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്. ഇവിടെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് എന്താ? നമ്മുടെ നാട്ടിലെ ആളുകൾ എന്താണ് ധരിച്ചിരിക്കുന്നത്? ഇതൊരു ഭരണഘടനാ ചുമതല, ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനമാണ്.
ആ ഭരണഘടനാ സ്ഥാപനം എന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമാകേണ്ടതോ, അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഷുഡ് നോട്ട് ബിക്കം ആൻ അഡ്ജങ്ക്റ്റ് ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി. ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയുന്നില്ല. കാരണം ശ്രീ ഷാബു പ്രസാദ് ഇവിടെ വന്നാലും അദ്ദേഹം BJP പ്രതിനിധീകരിച്ചല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ പറയാം. അദ്ദേഹം വലത് നിരീക്ഷകൻ എന്നുള്ള നിലയിൽ മാത്രം. അതുകൊണ്ട് അത് BJP ഒന്ന് ഓൺ ചെയ്യണമെന്നില്ല. പക്ഷേ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയും എടുത്തു പറയുന്നില്ല. അനുച്ഛേദം 324 മുതൽ അനുച്ഛേദം 329 വരെ ഇന്ത്യയുടെ ഭരണഘടനയുടെ അതിൻ്റെ ഭാഗം 15 അതിലകത്ത് ഇവരുടെ ഉത്തരവാദിത്വങ്ങൾ, എങ്ങനെയാണ് നിയമനം, എങ്ങനെയാണ് നീക്കം ചെയ്യൽ, എങ്ങനെയാണ് അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ടത്, എന്തൊക്കെയാണ് ചുമതലകൾ, ഇതിനെ സംബന്ധിച്ചുള്ള നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ കീഴിലാണ് ജനപ്രാതിനിധ്യ നിയമവും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുമെല്ലാം വരുന്നത്. 324 അതിൻ്റെ ഏകദേശം മലയാള പരിഭാഷ ഞാൻ അതൊന്ന് വായിക്കാം അജിംസിൻ്റെ അനുമതിയോടുകൂടി. ഭരണഘടനയാണിത്. തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടവും മാർഗനിർദ്ദേശവും നിയന്ത്രണവും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുമെന്ന് ഭരണഘടനയുടെ മലയാള പരിഭാഷയാണ് ഞാൻ ഈ വായിക്കുന്നത്. അല്ല, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എഴുതി വെച്ചിട്ട് ഞാൻ വായിക്കുന്നതല്ല. 324(1) ഈ ഭരണഘടന പ്രകാരം പാർലമെൻറ്റിലേക്കും ഓരോ സംസ്ഥാനത്തിൻ്റെയും നിയമനിർമ്മാണ മണ്ഡലത്തിലേക്കും നടത്തുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും വേണ്ട സമ്മതിദായക പട്ടികകൾ തയ്യാറാക്കുന്നതിൻ്റെയും അവയിലേക്കുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും നടത്തുന്നതിൻ്റെയും രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും ഉദ്യോഗങ്ങളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പുകളുടെയും മേൽനോട്ടവും മാർഗനിർദ്ദേശവും നിയന്ത്രണവും ഈ ഭരണഘടനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പരാമർശിക്കുന്ന ഒരു കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇന്ന് ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ, അങ്ങനെ വേണമല്ലോ പറയാം, ആ ശരീരഭാഷ ഇങ്ങനെ ആ വിരലൊക്കെ ഒന്ന് വിറയ്ക്കുന്നത് ഒന്ന് കാണുമ്പോൾ, എത്ര മുതിർന്നതായ IAS ഉദ്യോഗസ്ഥനായിരുന്നാലും ശരി തന്നെ, മറ്റാരുടെയോ വാക്കുകൾ അത് എഴുതി കൊടുത്തത് അതെല്ലാം ഇങ്ങനെ ഈ മാധ്യമപ്രവർത്തകർക്ക് ഒരു ഭാഗ്യമുണ്ട്. നമ്മുടെ നാട്ടിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അദ്ദേഹം ഒരിക്കലും ഈ നാട്ടിലെ മാധ്യമപ്രവർത്തകരോട് ഒരു വാർത്താ ഡോക്ടർ സമ്പത്ത് അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് ഒരു കാര്യം കൂടി ഡോക്ടർ സമ്പത്ത്, അതായത് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഊന്നൽ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ, കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു, നിങ്ങളുടെ ബൂത്ത് ഏജന്റുമാർക്ക് ഞങ്ങൾ ഇത് അച്ചടിച്ച് തന്നിട്ടില്ലേ, നിങ്ങളത് പരിശോധിച്ചില്ലേ? ഇതേ ചോദ്യം നമ്മൾ എവിടെയോ കേട്ട മാതിരി, എങ്കയോ പാത്ത മാതിരി ഇരിക്ക് എന്ന് ഓർമ്മ വരും. ഇതേ ചോദ്യം നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ ഇതേ ചോദ്യമാണ് ചോദിച്ചത്. അതെ 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 അദ്ദേഹത്തിന് ശ്രീ കെ സുരേന്ദ്രന് എന്ത് ചോദ്യവും ചോദിക്കാം, ഒരു കുഴപ്പവുമില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ച് മറ്റു ചിലരുമല്ല, ഈ പെട്രോളിന് അന്തർദേശീയ കമ്പോളത്തിലെല്ലാം ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോൾ ഇവിടെ ആനുപാതികമായി വില കൂടിയതിനെ സംബന്ധിച്ചല്ല, കൂടിയില്ലല്ലോ എന്നുള്ളത്, കൂടുമോ കൂടില്ലല്ലോ എന്നുള്ളത്, ഇങ്ങനെ പല കാര്യങ്ങളും ഓർമ്മയുണ്ടല്ലോ. നോട്ട് നിരോധനം വന്നപ്പോഴത്തേക്ക് ശ്രീ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ നമ്മുടെ ഇതുപോലെ ചർച്ചയിൽ, എനിക്ക് തോന്നുന്നു അജിംസാണ് അന്ന് ആങ്കറായിരുന്നതെന്ന് തോന്നുന്നു, അന്ന് അതിൽ മൈക്രോ ചിപ്പ് ഉണ്ട് എന്ന്, എവിടെയെല്ലാം ഒളിച്ചു വെച്ചിരുന്നാലും അതെല്ലാം കണ്ടുപിടിക്കുമെന്നും അതുകൊണ്ട് അടിവസ്ത്രത്തിനുള്ളിൽ പോലും ഒളിച്ചു വയ്ക്കരുത്, ഭൂമിക്കടിയിൽ ഒളിച്ചു വയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അതെല്ലാം ഉണ്ടല്ലോ, ഇറ്റ്സ് ഓൺ ദ എയർ. തൃശ്ശൂരിലെ ഒരു ബൂത്തിൽ, പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ 30-ാം നമ്പർ ബൂത്തിൽ മാത്രം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചേർത്തതിനെ സംബന്ധിച്ച് പരാതി LDFിൻ്റെ പ്രവർത്തകർ കൊടുത്തിരുന്നു. LDFിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളടക്കം ജില്ലാ കളക്ടറെ കണ്ട് പരാതി നേരിട്ട് ബോധിപ്പിച്ചു. അത് BLAമാർ കണ്ടെത്തി, BLOമാരെ അറിയിച്ചു, BLAമാർ മുകളിലേക്ക് അറിയിച്ചു. ഒന്നും ചെയ്തില്ല. ഇവിടെ ഈ ഒരു കാര്യത്തിൽ തീരുന്നില്ല. ഇവിടെ ഈ ഒരു വിഷയം മാത്രമല്ല, 2025 ആണ്ട് മെയ് മാസം 10-ാം തീയതി CPIഎമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബിയും പൊളിറ്റ് ബ്യൂറോ അംഗം സഖാവ് നിലോൽപൽ ബാസുവും വിശദമായ ഒരു നിവേദനം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അത് തെരഞ്ഞെടുപ്പ് സമൂല പരിഷ്കരണം മാത്രമല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടതും അതിൻ്റെ VVPAT മറ്റ് നിരവധി വിഷയങ്ങൾ, ദീർഘമായ ഒരു നിവേദനമാണ്. എനിക്കത് മുഴുവൻ പറയാനുള്ള സമയമില്ല. അതിന് ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഒരു 12 അധ്യായങ്ങൾ തന്നെയുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നൽകിയിട്ട് ഒരു തരത്തിലുള്ള ചർച്ചയും അങ്ങനെ ദേശീയ രാഷ്ട്രീയ പാർട്ടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ അംഗീകരിച്ചിട്ടുള്ള CPIഎമ്മിൻ്റെ നേതൃത്വമായി നാളിതുവരെ എൻ്റെ അറിവിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അജിംസ് തന്നെ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുള്ളവരെല്ലാം ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരാൾ തെരഞ്ഞെടുപ്പിൻ്റേതായിട്ടുള്ള 173 പ്രസംഗങ്ങളാണ് പലയിടത്തായി നടത്തിയത്. 173. ശ്രീ നരേന്ദ്രമോദിയുടെ 173 പ്രസംഗങ്ങളിലായി അദ്ദേഹം 110 തവണയും ഇന്ത്യയിലെ ഒരു പ്രത്യേക മതവിഭാഗത്തെ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതിന് വേണ്ടി, അവർ കടന്നുകയറ്റക്കാരാണ്, ആക്രമണകാരികളാണ്, മറ്റു നിരവധി കാര്യങ്ങൾ, ഞാൻ സമയമൊന്നും അപഹരിക്കുന്നില്ല, ഇത് നടത്തിയതായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓരോ തവണയും ഇതുമായി അദ്ദേഹത്തിൻ്റെ അതിൽ പരാതികൾ കൊടുത്തിട്ടുള്ളത് മാത്രം ഞാൻ ചിലതിൽ പറയാം. ആ പരാതി കൊടുത്തിട്ടുള്ള 1 മെയ് മാസം 14-ാം തീയതി ജാർഖണ്ഡിലെ കൊഡർമയിൽ അദ്ദേഹം നടത്തിയതായിട്ടുള്ള പ്രസംഗം, മെയ് മാസം 17-ാം തീയതി ഉത്തർപ്രദേശിലെ ബാരാബങ്കിയിൽ അദ്ദേഹം നടത്തിയതായ പ്രസംഗം, മെയ് മാസം 7-ാം തീയതിയായി മധ്യപ്രദേശിലെ ധാറിൽ അദ്ദേഹം
അദ്ദേഹം നടത്തിയതായിട്ടുള്ള പ്രസംഗം. ഇങ്ങനെ നിരവധി പ്രസംഗങ്ങൾ, അതിൽ തെലങ്കാനയിലെ മഹബൂബ് നഗറിൽ അദ്ദേഹം മെയ് 10 നടത്തിയതായ പ്രസംഗം. ഇതിൽ ഓരോന്നും സ്പെസിഫിക്കായി അത്തരത്തിൽ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യാതൊന്നും ചെയ്തില്ല. നമ്മൾ പറയുമല്ലോ, ഈ യജമാനൻ വളർത്തുന്നതായ അംഗത്തെ വളർത്തുന്നതായ കാവൽ നായ, അത് അങ്ങനെ യജമാനനോട് അങ്ങേയറ്റത്തെ യജമാന ഭക്തി കാണിക്കും. ആ യജമാനൻ ഏതെങ്കിലും വിധത്തിലുള്ള അത്തരത്തിൽ മതിൽ ചാടുകയോ വഴിവിട്ട പ്രവൃത്തി ചെയ്യുകയോ അത്തരത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്താൽ കാവൽ നായ കാണില്ല, കണ്ടാലും കണ്ണടയ്ക്കും, വാലാട്ടി കിടക്കും, ഒരു കാരണവശാലും ആ കാവൽ നായ കുരയ്ക്കില്ല എന്നുള്ള നിലയിലേക്ക് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ എന്താ കൊണ്ടുപോയി നിങ്ങൾ കോടതിയിൽ കേസ് കൊടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നതിനെ സംബന്ധിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു. ഷാബു ആണല്ലോ ചോദിച്ചത്. ഓർമ്മയുണ്ടോ, ഈ 2004 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂവാറ്റുപുഴയിൽ അന്ന് NDAയുടെ സ്ഥാനാർത്ഥി കേരളത്തിൽ ആദ്യമായി വിജയിച്ചു അല്ലേ? ജെയിംസിന് നല്ല ഓർമ്മയുണ്ടാവും. 529 വെറും 529 വോട്ടിനാണ് ഞങ്ങളുടെ അഡ്വക്കേറ്റ് സഖാവ് ഇസ്മായിൽ അന്ന് പരാജയപ്പെട്ടത്. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് സാമുദായികമായ ധ്രുവീകരണത്തിന്, അത്തരത്തിൽ വർഗീയമായി വോട്ട് തനിക്ക് ലഭ്യമാക്കുന്നതിന് NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ PC തോമസ് നടത്തിയതായ ശ്രമങ്ങൾ, പ്രസംഗങ്ങൾ, അച്ചടിച്ച് നൽകിയ നോട്ടീസുകൾ, മറ്റ് മൈക്ക് അനൗൺസ്മെൻറ്റുകളുടേതായിട്ടുള്ള അതിൻ്റെ ഈ ഓഡിയോ റെക്കോർഡിങ്ങുകൾ, ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ സമയാസമയം അത് പരാതിയായി ഹാജരാക്കി. യാതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തില്ല. മുൻ കേന്ദ്രമന്ത്രിയെക്കുറിച്ചാണ്, കേന്ദ്രമന്ത്രി ഞാൻ പറയാൻ പാടില്ല, മുൻ യൂണിയൻ സഹമന്ത്രിയെക്കുറിച്ചാണ് ഞാനിത് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അസാധുവാക്കി. ഹൈക്കോടതി അങ്ങനെ വസ്തുതകൾ വെച്ച് കക്ഷികളെ വിസ്തരിക്കുന്നത് ഒരേ ഒരു കേസിൽ മാത്രമാണ്. ഇവിടെ അഡ്വക്കേറ്റ് ആണല്ലോ, രഞ്ജിത്ത് മാരാറോട് ഉണ്ടല്ലോ, അത് തെരഞ്ഞെടുപ്പ് ഹർജിയിലാണ്. അതിൽ ആ തെരഞ്ഞെടുപ്പ് അസാധുവാക്കി, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമുണ്ട് എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ടാണ്. അത് അപ്പീൽ പോയി, അപ്പീൽ സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതിയിൽ അപ്പീലെല്ലാം കേട്ടതിന് ശേഷം സുപ്രീം കോടതി പറഞ്ഞു തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം നടന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥിയുടെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിക്കുന്നു. 2004 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഫലപ്രഖ്യാപനം വന്നപ്പോൾ 2009 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പുതുതായി പാർലമെന്റ് അംഗങ്ങൾ ലോക്സഭയിലേക്കെല്ലാം എത്തി. പശു ചത്ത് പാല് പിരിഞ്ഞ് ആ മോരിലെ പുളിയും പോയി. ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ സുപ്രീം കോടതി യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് പറഞ്ഞല്ല, എന്തൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ആ സത്യവാങ്മൂലം എഴുതിത്തരൂ, ഇല്ലെങ്കിൽ രാഷ്ട്രത്തോട് മാപ്പ് പറയൂ എന്നാണ്. ഈ സത്യവാങ്മൂലത്തെക്കുറിച്ച് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ OP റാവത്ത് കഴിഞ്ഞ ദിവസം കരൺ താപ്പറോട് പറയുന്നത്, അവർ ആ സത്യവാങ്മൂലം എഴുതരാൻ പറഞ്ഞു കൊടുത്താൽ നോട്ടീസ് ഉണ്ടല്ലോ, ആ നോട്ടീസ് വാലിഡ് അല്ല. കാരണം അത് തെരഞ്ഞെടുപ്പ് പട്ടിക സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഒരാൾ കൊടുക്കേണ്ട സത്യവാങ്മൂലത്തെക്കുറിച്ച് സത്യവാങ്മൂലം കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ഷാൽ ബി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ നിയമപ്രകാരമല്ല, ചട്ടപ്രകാരമല്ല എന്ന് കമ്മീഷൻ തന്നെ ബോധ്യമുള്ള കാര്യം വാർത്താ സമ്മേളനത്തെ ആവർത്തിക്കുകയാണ്. ഈ കമ്മീഷൻ യഥാർത്ഥത്തിൽ ഒരു ഭരണഘടനാപരമായ ഔന്നത്യം പുലർത്തി വന്നത് വാർത്താ സമ്മേളനത്തിൽ. രഞ്ജിത്ത് മാരാർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ശരി, ഞാൻ രഞ്ജിത്തിലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതായത് ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫ് വോട്ടേഴ്സ് റൂൾ 20B പ്രകാരമാണ് ഈ രാഹുൽ ഗാന്ധിക്ക് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കത്തയച്ചത്, തെരഞ്ഞെടുപ്പ് ഓഫീസർ കത്തയച്ചത്. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഇത് തെളിയിക്കൂ, സത്യവാങ്മൂലം തരൂ, അല്ലെങ്കിൽ മാപ്പ് പറയൂ എന്നാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഇത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പ്രസക്തമേ അല്ലാത്തൊരു ചട്ടമാണ്, വകുപ്പാണ് എന്ന് മുൻ കമ്മീഷണർമാർ ഉൾപ്പെടെ പറയുകയാണ്. എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇത് ആവർത്തിക്കുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 000 എന്ന വീട്ടു നമ്പറുള്ള ആളുകളൊക്കെ വീടില്ലാത്തവരാണ്. അതായത് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിലുള്ള വോട്ടർമാർക്കാണ് ഈ 000 വീട്ടു നമ്പരൊക്കെ ഉള്ളത്. ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്താവട്ടെ, അവിടെ 38 ലക്ഷം കുടുംബങ്ങൾ വീടില്ലാത്തവരാണ്. അപ്പോൾ ഈ 3 ലക്ഷം കഴിഞ്ഞ് ബാക്കി 35 ലക്ഷം ആൾക്കാരുടെ വോട്ട് വെട്ടിയോ? അതിന് മറുപടിയില്ല. കമ്മീഷൻ്റെ ഈ മറുപടിക്കാണ് നിങ്ങൾ പറയുന്നു യുക്തിരഹിതമായ ആരോപണങ്ങൾ എന്ന് പറയുന്നു. കമ്മീഷന്റെ മറുപടിയിൽ എന്ത് യുക്തിയാണുള്ളത്? അജിംസെ, ഇതിൻ്റെ അകത്ത് ഞാൻ ചോദിക്കുന്നു, ശരി, നിങ്ങൾക്കത് ചട്ടവിരുദ്ധമെന്നോ ചട്ടം അങ്ങനെ പറയുന്നില്ല എന്നൊക്കെ തോന്നും, അത് നിങ്ങൾ പറയും.
അതായത് ഒരു പബ്ലിക്കായിട്ട് ഒരു ആരോപണം അങ്ങോട്ട് ഉന്നയിക്കുക, എന്നിട്ട് സർക്കാരിനെതിരെയോ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ആർക്കെതിരെയോ വേണമെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ മേളിൽ എനിക്ക് എഴുതി കൊടുക്കാനും തെളിവ് കൊണ്ട് കൊടുക്കാനും ഒന്നും എനിക്ക് പറ്റില്ല. അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോണം, നിങ്ങളത് അന്വേഷിച്ചോണം. ഞാൻ ജനപ്രതിനിധിയാണ്, എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്, ഞാൻ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തതാണ്. ഷാബു, ഞാൻ തടസ്സപ്പെടുത്തുകയല്ല, ഞാൻ അങ്ങയുടെ മറുപടിക്ക് കുറെ കൂടി സഹായകരമാവുന്ന ഒരു കോണ്ടെക്സ്റ്റ് പറയുകയാണ്. ഇതേ കോണ്ടെക്സ്റ്റിൽ തന്നെ അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന ഒരു BJP നേതാവ് വയനാട് ഈ വോട്ടർ പട്ടികയിൽ പ്രശ്നമുണ്ടെന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കനോജിൽ നിന്നുള്ള BJP MLA എൻ്റെ ബൂത്തിലെ മുഴുവൻ വോട്ടും കള്ളവോട്ടാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പറഞ്ഞിരുന്നു. വൻ അട്ടിമറി നടന്നു. ഇവർക്ക് ആർക്കും കൊടുക്കാത്ത ഈ നോട്ടീസ് രാഹുൽ ഗാന്ധിക്ക് മാത്രം എന്ത്? ഞാൻ അതല്ല പറഞ്ഞു, രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും അന്താരാഷ്ട്ര രീതിയിൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനെ വളരെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കാണിക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വവും അവധാനതയും ഉണ്ട്. അത് രാഹുൽ ഗാന്ധി കാണിക്കുന്നില്ല എന്ന പരാതി, എന്ന ആ ഒരു സമീപനം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാവും. ഒരു പ്രാദേശിക അനുരാഗ് ഠാക്കൂറിനും കനോജിലെ അസീം എന്ന് പറയുന്ന MLA-ക്കും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് രാഹുൽ ഗാന്ധി ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ഉള്ളത്? ഞാൻ പറഞ്ഞു, അതൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രൊറഗേറ്റീവാണ്. ഇനി എന്തുമായിക്കോട്ടെ, ഇനി രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുക്കുവോ, തെളിവ് കൊടുക്കുവോ, കൊടുക്കാതിരിക്കുവോ, സത്യവാങ്മൂലം കൊടുക്കുവോ, കൊടുക്കാതിരിക്കുവോ, ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. ഞാനത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ വിലയിരുത്തുമ്പോൾ ശരി, അത് ആ ആരോപണങ്ങൾ ഡോക്യുമെന്റഡ് ആയിട്ട് കൊടുക്കൂ, അത് പരാതി സത്യവാങ്മൂലം കൊടുക്കൂ. ഇത് കൊടുക്കുന്നതിൻ്റെ അകത്ത് എന്താ അപമാനമാണെന്നേ ഉള്ളത്, എന്താ പ്രശ്നമുള്ളത്? നിങ്ങൾ ബാക്കിയെല്ലാം വിടൂ. ഇങ്ങനെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ ഉന്നയിച്ച ഒരു ആരോപണത്തിന് അതിന് അങ്ങനെ കൊടുക്കാൻ നിയമമില്ല, അതാണ് പ്രശ്നം. അങ്ങനെ ഒരു ചട്ടമില്ല അങ്ങനെ എഴുതി കൊടുക്കാൻ. മറ്റൊന്ന് നോക്കൂ, ഇത് തെരഞ്ഞെടുപ്പ് പട്ടികയുടെ സൂക്ഷ്മ പരിശോധനയിൽ കൊടുക്കേണ്ട ഒരു സത്യവാങ്മൂലം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് മാസമായി കാണപ്പെടുന്ന ഒരു ക്രമക്കേടിന്റെ വിഷയം ഉന്നയിക്കുമ്പോൾ അങ്ങനെ കൊടുക്കാൻ ചട്ടമില്ല, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. ശരി, പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടല്ലോ, നിങ്ങൾ തരൂ ചട്ടവും കാര്യങ്ങളൊക്കെ. ഒരു ഭരണഘടനാ സ്ഥാപനം ചട്ടവിരുദ്ധവും നിയമവിരുദ്ധവുമായ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് ചെയ്യണമോ ഒരു പൗരൻ? അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? അല്ല, അതല്ല പറഞ്ഞത്. ഇപ്പൊ ഒരു കാര്യമുണ്ട്, അങ്ങനെ ഇങ്ങനെ കമ്മീഷൻ ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കുന്നതിന്റെ അകത്ത് എന്താണ് പ്രശ്നം? പ്രശ്നമുണ്ട്, അത് പ്രശ്നമുണ്ട്. അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമായി സംവരണം ചെയ്യപ്പെട്ട ഒരു നോട്ടീസാണെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞു. അത് അനുരാഗ് ഠാക്കൂറിന് ബാധകമല്ലാത്ത ഒന്നാണ് എന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് കൊടുക്കുന്നില്ല. അജിൻസെ അതൊക്കെ ഇവിടെ ഞാൻ ചോദിക്കുന്നതല്ല. ഒരു വെള്ളക്കടലാസിൽ ഒരു അഫിഡവിറ്റ്, എന്റെ ആരോപണങ്ങൾ ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, എന്റെ കയ്യിൽ അതിനുള്ള ശക്തമായ തെളിവുകളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാം എന്ന ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നതിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ വിലക്കുന്നത് എന്താണ്? കോൺഗ്രസ് പാർട്ടിയെ വിലക്കുന്നത് എന്താണ്? ശരി ഷാബു പ്രസാദ്. ശ്രീ രഞ്ജിത്ത് മാരാർ, ഇവിടെ ഷാബു പ്രസാദ് ഉന്നയിക്കുന്ന ഒരു ചോദ്യം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച ഒരു കാര്യമാണ്. ഈ രജിസ്ട്രേഷൻ ഓഫ് വോട്ടേഴ്സ് റൂൾ 20B പ്രകാരം ഒരു സത്യവാങ്മൂലം കൊടുക്കാം, അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണമെന്നാണ് പറയുന്നത്. മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ OP റാവത്ത് പറയുന്നു അത് ഈ കോണ്ടെക്സ്റ്റിലേ ഉള്ള ഒരു ചട്ടമല്ല എന്ന്. മാത്രമല്ല, ചട്ടത്തിൽ എഴുതിയിട്ടുള്ളത് നിർബന്ധ സൂചനയിലല്ല, ഷാൽ ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേണമെങ്കിൽ ഒരു അതല്ല, ഒരു പോസ്റ്റൽ ലെറ്റർ അയച്ചാൽ പോലും അത് പരിഗണിക്കണം എന്നാണ് പറയുന്നത്. അതൊരു നിർബന്ധമായ കാര്യമല്ല. ഇവിടെ കമ്മീഷൻ പറയുന്നു അത് എഴുതി തരൂ, ഇല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയുന്നു. അതിൻ്റെ ഒരു നിയമ സ്വഭാവം എന്താണ്? നോട്ടീസ് സമൻസ് എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് നോട്ട് മെയിൻറ്റെയിനബിൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സമയത്തല്ല അത് വരേണ്ടത്. വാട്ട് ഹാസ് ഹി ഡൺ? അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം മാനിപ്പുലേഷൻസ് നടന്നിട്ടുണ്ട്, ഒരു ഹ്യൂജ് ചങ്ക് ഓഫ് ബ്ലോക്കായിട്ട് മാനിപ്പുലേഷൻസ് നടന്നിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു. അതിനുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്ന് കാണിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ഇത് ടൈംലി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ഇവർ എന്തുകൊണ്ട് വൈ ഡിഡ് യു വേർ യു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, നിങ്ങൾ ഈ സമയത്തെല്ലാം എവിടെയായിരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ദർ ഇസ് നോ അഡ്രസ് ടു ഇറ്റ്. അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്നില്ല. ആകെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ബീൻ സെൻഡ് എ നോട്ടീസ്. ആ നോട്ടീസിന് വേണമെങ്കിൽ നിങ്ങൾ സമൻസ് ഇഷ്യൂ ചെയ്ത സ്ഥാനത്തിൽ തിരിച്ചു വരിക, ഞങ്ങൾ വേണമെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം.
പക്ഷേ ഇതൊന്നല്ല ഇതിൻ്റെ ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അനുസരിച്ചിട്ട് ഈ പവേഴ്സ് ഉണ്ട് 62-ലും ഉണ്ട്, 62A-ലും ഉണ്ട്, 58A-ലും ഇവർക്ക് പവേഴ്സ് ഉണ്ട് ഇത് തയ്യാറാക്കാനും വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കാനുള്ള. അതിൽ മാനിപ്പുലേഷൻസ് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ കനോട്ട് ഇൻവെസ്റ്റിഗേറ്റ്. ലെറ്റ് us ബി ഫെയർ ടു ഇലക്ഷൻ കമ്മീഷൻ ഓൾസോ. അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവൈസറി പവേഴ്സാണ് അവർക്കുള്ളത്. ആർട്ടിക്കിൾ 324 സമ്പത്ത് ജി വായിച്ചിട്ടുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് സമ്പത്ത് വായിച്ചപ്പോൾ നമ്മളെല്ലാവരും കേട്ടാണ്. സൂപ്പർവൈസറി അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എന്തിനു വേണ്ടിയിട്ട് ബേസിക് സ്ട്രക്ചറിൽ പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിൽ പെടുന്ന ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള പവേഴ്സ് പാർട്ട് 15 കൊടുത്തിരിക്കുന്ന പവേഴ്സ് അനുസൃതമായതും അതിൽ നിന്ന് വരുന്ന റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അനുസരിച്ചിട്ടുള്ള പവേഴ്സും കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് ഐ ഹാവ് റേസ്ഡ് ആൻ ഇഷ്യൂ, എനി പേഴ്സൺ, ആരെങ്കിലും ഒരാളാവട്ടെ, ഞാനൊരു ഇഷ്യൂ റേസ് ചെയ്തു, എൻ ബ്ലോക്കായിട്ട് മാനിപ്പുലേഷൻസ് നടന്നിട്ടുണ്ട് നമുക്കറിയില്ലല്ലോ, അദ്ദേഹം പറയുന്നത് നമുക്ക് വിശ്വസിക്കേണ്ട, നമുക്ക് അത് തെറ്റാണെന്ന് തന്നെ വിശ്വസിക്കാം. ഓപ്പോസിഷൻ പാർട്ടിയുടെ ലീഡറായവർക്ക് അത് പറയണതെല്ലാം തെറ്റാണ്. പക്ഷേ ഒരു ഇഷ്യൂ റേസ് ചെയ്യുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് ഇൻ ദി എയർ. ദർ ഈസ് പോസിബിലിറ്റി ദാറ്റ് ഒരു ഇല്ലീഗലായിട്ടോ മാനിപ്പുലേഷൻ നടക്കാനുള്ള ഒരു പോസിബിലിറ്റി വന്നിട്ടുണ്ട്. അതിന് ഉത്തരം എന്താണ്? നിങ്ങൾ എന്തുകൊണ്ട് ഈ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല? ഇനി വരുണ്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ട് PC തോമസിൻ്റെ ഇലക്ഷൻ്റെ കാര്യത്തിനെക്കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞത്. മൂവാറ്റുപുഴ നടന്ന NDAയുടെ ഇലക്ഷൻ എന്ന് സംഭവിച്ചു എന്നുള്ളത്. ഇതിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ വൺസ് ഇലക്ഷൻ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാർജ് റെയിൻബോ ഓഫ് പോസിബിലിറ്റീസാണ്. ആ ലാർജർ കമ്പോഡിയത്തിൽ നടക്കുന്ന ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്ന് ഇലക്ഷൻ തീരുന്നത് വരെയുള്ള സിറ്റുവേഷനിൽ ആർട്ടിക്കിൾ 329 സെക്ഷൻ 80 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റും അനുസരിച്ചിട്ട് നിങ്ങൾ ആ സമയത്ത് ഇൻ്റർഫിയർ ചെയ്തില്ലെങ്കിൽ, ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇൻ്റർഫിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോടതിക്ക് പോലും ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്റ്റക്കാണ്. ഇതേപോലെയുള്ള പല ഇഷ്യൂസിലും പലപ്പോഴും കോടതിയിൽ പോയപ്പോൾ കോടതി എന്താ പറഞ്ഞത്, ലാസ്റ്റ് ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് ബാഗ്ചി ആന്ധ്രാപ്രദേശിൽ ഇരിക്കുന്ന സമയത്ത് പോലും 2011-ലും 20-ലും 8-ലും എല്ലാം പറഞ്ഞിരിക്കുന്നത് വി കനോട്ട് ഇൻ്റർഫിയർ. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 329 സെക്ഷൻ 80 അനുസരിച്ചിട്ട് അവർ ഹാൻഡ്സ് ആർ ടൈഡ്. പിന്നെയുള്ള റിലീഫ് എന്താണ്? നമുക്ക് ചിലപ്പോൾ പിന്നീടായിരിക്കും ഈ എൻ ബ്ലോക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാം. ആസ് എ സിറ്റിസൺ ഷുഡ് ഐ നോട്ട് നോ ഈ ഒരു സാധനം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്? എനിക്ക് വോട്ട് ചെയ്തു, ഞാൻ വോട്ട് ചെയ്ത ആൾ ജയിക്കണമെന്നില്ല, അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ഇത് രണ്ടും രണ്ട് നിയമമാണ്. തെരഞ്ഞെടുപ്പ് പട്ടികയിൽ 2 എൻട്രി ഉണ്ട് ഒരാളുടെ എന്നുള്ളത് കൊണ്ട് അയാൾ കള്ളവോട്ട് ചെയ്തു എന്ന് പറയാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകാം, പറ്റാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ കള്ളവോട്ട് ചെയ്തു എന്നുള്ളത് പ്രത്യേകമായി തെളിയിക്കണം, വേറെ നിയമമാണെന്ന് പറയുന്നു. അതായത് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഉണ്ടാകാം, അത് ബൾക്കാണോ 1, 2 ആണോ എന്നുള്ളതൊക്കെ വേറെ നിയമമാണ്. അതിൻ്റെ പേരിൽ ഒരാൾ കള്ളവോട്ട് ചെയ്തു എന്ന് ആരോപിക്കാൻ പാടില്ല. ഇതിൻ്റെ നിയമസാധ്യത എന്താണ്? ഇല്ല, അതിൽ കള്ളവോട്ട് ചെയ്തു എന്നുള്ളത് മാത്രമല്ലല്ലോ പറയണേ. അദ്ദേഹം പറയുന്നത് എന്താണ്? വോട്ട് ചോർന്നല്ലേ പറയുന്നത്. വോട്ട് ഇല്ലാത്ത വോട്ടുകൾ ഉണ്ടാക്കുകയും ആ ഇല്ലാത്ത വോട്ടുകളിലേക്ക് പലപ്പോഴും പലരും മാനിപ്പുലേഷൻസ് നടത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അല്ലാതെ കള്ളവോട്ടുകൾ ചെയ്തു എന്ന് മാത്രമല്ലല്ലോ ആരോപണം ലാർജറാണ്. ലാർജർ ക്യാൻവാസിലുള്ള ആരോപണമാണ്. വേർഡ്സ് എന്ത് യൂസ് ചെയ്താലും ക്യാൻവാസ് ലാർജർ തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷനുള്ള ഡ്യൂട്ടിയിൽ നിന്ന് അവർക്ക് അബ്സോൾവ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആര് വേണമെങ്കിലും ഉന്നയിക്കട്ടെ. ഞാൻ പറഞ്ഞത് വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. ഹൗ ദിസ് ഹാപ്പൻ അതും എക്സിസ്റ്റിംഗ് ആണ്. എപ്പോൾ സംഭവിച്ചു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ഇത് മൂന്നും അഡ്രസ്സ് ചെയ്യാതെ എവിടെയായിരുന്നു, വേർ യു, നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം മാത്രവും. ഇതിപ്പം എന്തിനാ ഈ BJP ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. BJP എന്തിനാണ് ഇത് ഏറ്റെടുക്കണത് എന്നുള്ള ഇത് ഇലക്ഷൻ കമ്മീഷനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ബാധ്യതയും BJPക്കില്ല. എൻ്റെ വോട്ട് ചിലപ്പോൾ ഞാൻ BJPക്കായിരിക്കും കൊടുത്തിരിക്കുന്നത്, പക്ഷേ എന്തിനാണ് അവരെ അത് ഏറ്റെടുക്കുന്നത്? വേറെ ആരെങ്കിലും ആരെ ചെയ്തതെന്നുള്ളത് ഇവർ ഒരു നിർബന്ധവും ഇല്ലല്ലോ. BJPയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് മാനിപ്പുലേറ്റ് ചെയ്താണെന്ന് ഒരു നിർബന്ധവും ഇല്ലല്ലോ. എന്തുകൊണ്ടിട്ടാണ് അതിലൊരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ വരുന്നതിന് ബുദ്ധിമുട്ടുള്ളത്? മെഷീനറീസ് ഉണ്ടല്ലോ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ. പവേഴ്സ് ഉണ്ടല്ലോ, അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ എന്ന് വെൽക്കം ചെയ്യല്ലേ വേണ്ടത്. അങ്ങനെ വരുമ്പോഴല്ലേ അവരുടെ കാൻഡിഡേറ്റ് ജയിച്ചു എന്ന് പറയുമ്പോൾ അതിനും ഒരു വാലിഡിറ്റി വരുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് കറക്റ്റാണ്. 2 രീതിയിലാണ് ഇലക്ഷൻ. ഒറ്റ ഇലക്ഷൻസ്, എത്ര ഇലക്ഷൻസ് നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷൻ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട്
എത്ര എലക്ഷൻസ് അപ്സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ മാനിപ്പുലേറ്റഡ് വോട്ടിങ്ങിൽ, എത്ര എലക്ഷൻസ് സെറ്റ് അസൈഡ് ചെയ്തിട്ടുണ്ട്? നമുക്ക് അങ്ങനെയുള്ള എലക്ഷൻസ് സെറ്റ് അസൈഡ് ചെയ്ത് എണ്ണാൻ പോലും പറ്റാത്ത അപ്പൊ അങ്ങനെ പ്രശ്നമാവുകയാണ്. ശരിയാണ് രഞ്ജിത്ത് മാരാർ. അതിഥികളിലേക്ക് തിരികെ ശ്രീ കെ പി നൗഷാദ് അലി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തൃശ്ശൂരിലെത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. അദ്ദേഹം അർത്ഥഗർഭമായ മൗനം പാലിച്ചുകൊണ്ടായിരുന്നു അവിടെ വന്ന് BJP പ്രവർത്തകരെ കാണുകയും അതുപോലെ മറ്റിടങ്ങളിൽ സന്ദർശിക്കുകയും ചെയ്തു. ഇന്ന് പക്ഷേ കുറെ കൂടി ആത്മവിശ്വാസത്തോടെ ഒരു സിനിമാ സ്റ്റൈലിൽ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നവരെ വാനരന്മാർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ധാരാളമായി സംസാരിക്കുന്നത് കണ്ടു. ഈ ആത്മവിശ്വാസം ഇപ്പോൾ കൈവന്നത് എങ്ങനെയായിരിക്കും? അല്ല, ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മളൊരു സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഏതെങ്കിലും പെരുമാറ്റ രീതികളോ സങ്കേതങ്ങളോ ശൈലിയോ ഒക്കെ അദ്ദേഹത്തിന് ഉള്ളതായിട്ട് BJPക്കാർക്ക് പോലും അഭിപ്രായം ഉണ്ടാവുകയില്ല. കാരണം ഈ BJPക്കാർ തന്നെ വിളിച്ചു കൊണ്ടുപോകുന്ന പരിപാടിക്ക് അദ്ദേഹം ഒന്നുമില്ല നാട മുറിക്കും അല്ലെങ്കിൽ പ്രസംഗിക്കും, രണ്ടിലൊന്നേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പരിപാടിക്ക് ഏറ്റുകഴിഞ്ഞാൽ പോയില്ല, അല്ലെങ്കിൽ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഭാഗികമായിട്ട് മാത്രം മുഖം കാണിക്കുക, ആളുകളോടൊക്കെയുള്ള പെരുമാറ്റങ്ങളൊക്കെ വളരെ നമുക്ക് പരിചയമില്ലാത്ത രീതികളിലൊക്കെയാണ്. ഇപ്പൊ ഇത്തരത്തിലൊക്കെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പേറി നടക്കേണ്ടത് ഒരുപക്ഷെ കേരളത്തിലെ BJPയുടെ ഒരു ദൗർഭാഗ്യമോ നിർഭാഗ്യമോ ഒക്കെ ആയിരിക്കാം. ഇപ്പൊ സംസ്ഥാന പ്രസിഡന്റിന്റെ കാര്യവും മറ്റൊരർത്ഥത്തിൽ ഇതിനൊക്കെ സമാനമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ BJPയുടെ സംസ്ഥാന ഘടകത്തിനൊന്നും ഒരു തരത്തിലും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊന്നും നിയന്ത്രണമില്ല. ഇതുവരെ രാജീവ് ചന്ദ്രശേഖർ വരുന്നത് വരെ ഇതൊക്കെ ആരൊക്കെയോ തീരുമാനിക്കുന്നു, ഇവരൊക്കെ അനുസരിക്കാൻ വിധിക്കപ്പെട്ടവരാവുന്നു. ഇതിന്റെ ഒരു ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്നവരാണ് കേരളത്തിലെ നിർഭാഗ്യവാന്മാരായ BJP നേതാക്കളും പ്രവർത്തകരും ഒക്കെ. അപ്പോൾ സുരേഷ് ഗോപിക്ക് എവിടുന്ന് ധൈര്യം കിട്ടി, എവിടുന്ന് ധൈര്യം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ ചിലപ്പോൾ അയാൾക്ക് വല്ല ഉൾവിളിയൊക്കെ ചില സമയത്ത് വരുന്നതാവാം. അല്ലെങ്കിൽ വാനരന്മാർ എന്നൊക്കെ ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം, അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നതിൽ ഒരു രാഷ്ട്രീയ സദാചാരമൊക്കെ അത് മറ്റൊരാളാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുമായിരുന്നു. ഈ സുരേഷ് ഗോപി ആയത് കാരണം നമുക്ക് അത് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് കേരളീയ പൊതുബോധത്തിനും സമൂഹത്തിനൊക്കെ തോന്നുന്നതുകൊണ്ടാവാം ഈ വാനരൻ പ്രയോഗമൊന്നും ചർച്ച ചെയ്യാത്തത്. BJPയിൽ ഇപ്പോ മറ്റെത്ര നേതാക്കളുണ്ട്, അല്ലെങ്കിൽ എത്ര നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്? O രാജഗോപാലിനെ പോലുള്ള കേന്ദ്രമന്ത്രിമാരെ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള തരംതാണ പ്രയോഗങ്ങളും ഇത്തരത്തിലുള്ള ഗോഷ്ഠികളും ഇത്തരത്തിലുള്ള വികൃതമായ ശരീരഭാഷകളും പ്രകോപനപരമായ അംഗവിക്ഷേപങ്ങളും ഒക്കെ നമ്മൾ ആരിൽ നിന്നും കണ്ടിട്ടില്ല. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളതുകൊണ്ട് ആ ഗണത്തിൽപ്പെടുത്തി അതൊക്കെ തള്ളിക്കളയുക എന്നല്ലാതെ അദ്ദേഹത്തിന് ധൈര്യം എവിടെന്നെങ്കിലും വന്നാൽ അദ്ദേഹത്തിന് കൊള്ളാം, ധൈര്യം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പോയി എന്നതിന്റെ അപ്പുറമൊന്നും ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അദ്ദേഹമൊക്കെ ഇങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ചായ ഉണ്ടാക്കും പോലെയാണ് ഡ്രൈവറും പിന്നെ ഗൺമാനും വീട്ടിലെ പരിചാരകരും പിന്നെ അനിയന്മാരും ചേട്ടന്മാരും അവരുടെ ഭാര്യമാരും മക്കളും പേരമക്കളും ഒക്കെ ഒരുമിച്ച് ഇങ്ങോട്ട് വന്ന് വോട്ട് ചേർക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് പോകുന്നു. ഒരേ സമയം രണ്ടിടത്ത് വോട്ടുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴാണ് ഇദ്ദേഹം ചോദിക്കുന്ന ആളുകളെയൊക്കെ വാനരനാക്കുന്നത്. ഏതായാലും നിയമപരമായി ഈ ആരോപണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഡാമേജും ഉണ്ടാവില്ല എന്നൊരു ആത്മവിശ്വാസമായിരിക്കാം ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇപ്പോൾ ബീഹാറിലെ വോട്ടധികാര യാത്ര ഉൾപ്പെടെ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ലീഗൽ എന്നതിനപ്പുറം ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. ആ പൊളിറ്റിക്കൽ മൂവ്മെന്റിന് ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എത്രമാത്രം നവീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട് നിങ്ങൾക്ക്? ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അജിംസ, ഇപ്പോ നമ്മൾ കഴിഞ്ഞ 2024 ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിന്റെ പുതിയ കണക്കുകളൊക്കെ വരുമ്പോൾ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വലിയ തോതിൽ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും 10,000-കണക്കിന് വോട്ടുകൾ വെട്ടിമാറ്റപ്പെടുന്നു, ലക്ഷത്തിനടുത്ത് വോട്ടുകൾ ചേർക്കപ്പെടുന്നു. ഇത്തരത്തിലൊക്കെയുള്ള സിനാരിയോകൾ നടന്ന ഇടങ്ങളാണ് 100% എന്ന് പറയാവും വിധം എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും. എന്നിട്ട് പോലും ഇത്ര വലിയ ഒരു ഇടപെടൽ നടത്തിയിട്ട് പോലും ഈ ഇലക്ഷൻ കമ്മീഷൻ പ്ലസ് BJP നെക്സസിനെ മറികടക്കും വിധമുള്ള വോട്ടിംഗ് അവിടെ നടന്നതുകൊണ്ടാണ് ഇപ്പോഴും അവിടുത്തെ ഭൂരിഭാഗം സീറ്റുകളിലും SP കോൺഗ്രസ് ഇന്ത്യ മുന്നണി സഖ്യം അവിടെ വിജയിച്ചിട്ടുള്ളത്. ഇതുപോലൊക്കെ തന്നെയാണ് ഇപ്പോ യോഗേന്ദ്ര യാദവിന്റെ കണക്കുകൾ പ്രകാരം 65 ലക്ഷമല്ല 90 ലക്ഷത്തിന്റെ മുകളിലാണ്. അത് തന്നെയല്ലേ ഷാഹു പ്രസാദ് ചോദിക്കുന്നത്? ഗ്രൗണ്ട് ലെവലിൽ നിങ്ങളുടെ ബൂത്ത് ഏജന്റുമാരും എല്ലാം കൃത്യമായി വോട്ടർ പട്ടിക നിരീക്ഷിക്കുകയും കള്ളവോട്ട് തടയുകയും ചെയ്താൽ നിങ്ങൾ ജയിക്കും, അല്ലാത്തടത്ത് ബാക്കിയുള്ളവർ ജയിക്കും.
അല്ല അജിംസ, ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾക്കിനി അങ്ങനെ ഒരു വീഴ്ച പറ്റിയെന്ന് കൂട്ടിക്കോ. ആ വീഴ്ച പറ്റിയെന്നുള്ളത് കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന് നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ടോ? ഞങ്ങൾക്കൊരു വീഴ്ച പറ്റുമ്പോൾ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ അത് പഠിച്ച് തിരുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന ദൗത്യം. ഇത്തരത്തിൽ പഠിച്ച് തിരുത്തി എല്ലാ തെളിവുകളും കൂടി വന്നിട്ട് വരെ ഇവരുടെ ധിക്കാരവും അഹമ്മദിയും ഒക്കെ നിങ്ങൾ കണ്ടാണല്ലോ. ഇലക്ഷൻ കമ്മീഷൻ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ഇലക്ഷൻ കമ്മീഷന്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ അവർ അനുരാഗ് ഠാക്കൂറിന് കൊടുത്തതുപോലെയുള്ള ഒരു ഡിജിറ്റൽ വോട്ടർ പട്ടിക രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം ആവശ്യപ്പെടുന്ന ഇടങ്ങളിൽ കൊടുക്കാൻ തയ്യാറുണ്ടോ? വേണ്ട, അവര് ഇത്തരത്തിലുള്ള 7 അടി നീളത്തിലുള്ള പട്ടിക കൊടുത്താലും അതൊരു ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ സാധ്യമാകുന്ന ഒരു പേപ്പറിൽ കൊടുക്കാൻ, ആ ക്വാളിറ്റിയുള്ള ആ കാറ്റഗറിയിൽ പെടുന്ന ഒരു കടലാസിൽ കൊടുക്കാൻ ഇവർ തയ്യാറുണ്ടോ? അതിന് ഇവർ തയ്യാറില്ല. ഇവർ ഇത്തരത്തിൽ ഇതൊക്കെ മൂടി വെക്കുമ്പോ ഇവർക്ക് സത്യം അവരെ കയ്യിലുണ്ടെങ്കിൽ അവരെ സുതാര്യമായിട്ട് മുന്നോട്ട് വരട്ടെ. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ശരി നൗഷാദ്. ശ്രീ രഞ്ജിത്ത് മാരാർ, ഇപ്പോ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ബീഹാർ SIR കേസാണ്. ആ കേസ് അതുമാത്രമായാണ് അവർ പരിഗണിക്കുന്നത്, ആ പ്രശ്നം മാത്രമാണ് പരിഗണിക്കുന്നത്. പക്ഷേ ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ലാർജർ റിഫോമാണ്. ആ ലാർജർ റിഫോമിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന മുതൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നത് മുതലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു സ്പെക്ട്രം ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അവർ ഉന്നയിക്കുന്നത്. അതിൽ സുപ്രീം കോടതിക്ക് ഇടപെടാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? ഈ സുപ്രീം കോടതി ഇടപെടാൻ തീരെ ഇടപെടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇടപെട്ട പല ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ സെലക്ഷൻ വരെ നമ്മൾ കണ്ടതാണ്. ഏത് സിറ്റുവേഷനിൽ അന്നത്തെ ജഡ്ജസ് ഇടപെട്ടതാണ്. അതിന് സബ്സിക്വൻ്റ്ലി അവർ അമെൻമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആക്ട് കൊണ്ടുവരികയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇറ്റ് ഈസ് നോട്ട് ആസ് എ സുപ്രീം കോർട്ട് വിൽ നോട്ട് ഇൻ്റർഫിയർ. ലാസ്റ്റ് ടൈമിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ SIR കൊണ്ടുവരുമ്പോഴത്തേക്കും എങ്ങനെയാണ് അത് ചെയ്യുന്നത്, ഏത് ട്രാൻസ്പെറൻസി നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, പക്ഷേ ട്രാൻസ്പെറൻസി എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കാണണമെന്ന് പറഞ്ഞു. ഇതിൽ ട്രാൻസ്പെറൻസി ഞങ്ങൾ കൊണ്ടുവരും, ഓരോരുത്തർക്കും നോട്ടീസ് കൊടുക്കുന്നതും അവരെ എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത് ഞങ്ങൾ കാണിച്ചു കൊടുക്കും എന്ന് പറയുമ്പോഴാണ് ഇതേപോലെ ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫോർജ്ഡ് ആയിട്ടുള്ള ഇല്ലാത്ത ആൾക്കാരുടെ എൻട്രീസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ വരേണ്ട ആൾക്കാരുടെ അല്ലാത്ത എൻട്രീസ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് അന്വേഷിക്കാൻ പോലും തയ്യാറല്ല എന്ന് ഇന്നത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വന്ന് പറഞ്ഞത്. സുപ്രീം കോർട്ടിന് ഈ ഇഷ്യൂസ് എല്ലാം വരുമ്പോഴത്തേക്കും സുപ്രീം കോർട്ട് മേ ബി കമ്പൽഡ്. കാരണം ഇതൊരു ഒരു ഇലക്ഷൻ പെറ്റീഷൻ പോലെയുള്ള തീരെ വ്യാപ്തി ഇല്ലാത്തതായിട്ടുള്ള ഇഷ്യൂ അല്ല ഇത് ലാർജർ ഇഷ്യൂ ആണ്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഡെമോക്രസി സർവൈവ് ചെയ്യുള്ളൂ. അത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ് പാർട്ട് 15 അനുസരിച്ചിട്ട് ബോഡീനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ബോഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ആർബിട്രറിനെസ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അത് സുപ്രീം കോർട്ടിനുണ്ട്. അത് ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. അതിന് പവേഴ്സ് ചിലപ്പോൾ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങളും നോക്കേണ്ടി വരും. എന്നാൽ പോലും സുപ്രീം കോർട്ടിന് അതിനുള്ള പവേഴ്സ് ഉണ്ട്. ഇത് ബേസിക് സ്ട്രക്ചറിൻ്റെ കീഴിൽ വരുന്നത് കൊണ്ട് തന്നെ സുപ്രീം കോർട്ട് ഇൻ്റർഫിയർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. പല ഇഷ്യൂസിലേക്ക് പല സ്പെക്ട്രത്തിലേക്ക് ഇഷ്യൂസ് എല്ലാം പോവാം. പക്ഷേ സുപ്രീം കോടതി ഒരിക്കലും ഇലക്ഷൻ കമ്മീഷൻ വർക്ക് ചെയ്യേണ്ട രീതിയിൽ അവർ വർക്ക് ചെയ്യണതിന് ഗൈഡ് ലൈൻസ് എല്ലാം കൊടുക്കുമ്പോൾ പോലും വർക്ക് ചെയ്യണ്ട എന്നുള്ള രീതിയിലേക്ക് പറയാനുള്ള സാധ്യതകൾ കുറവാണ്. ഓരോ ഇഷ്യൂസും ഇൻഡിവിജ്വൽ ഇഷ്യൂസിലേക്ക് ചിലപ്പോൾ സുപ്രീം കോടതി പോകാൻ സാധ്യതയില്ല. പകരം എങ്ങനെ ഇത് വേണം, ഏത് രീതിയിൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരണം, ഏതൊക്കെ മേഖലകളിലേക്കാണ് ഇലക്ഷൻ കമ്മീഷൻ പോവേണ്ടത് എന്നുള്ളത് പറയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇതൊരു സൂപ്പർവൈസറി ആയിട്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെ സൂപ്പർവൈസറിയാണ്. അത് പെർഫോം ചെയ്യുന്നത് കറക്റ്റ് അല്ല എന്ന് കാണുകയാണെങ്കിൽ ആ പ്രൊസീജിയറിൽ ഇൻ്റർഫിയർ ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ലാസ്റ്റ് ഡേ ഇവരുടെ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പരാമർശം ആ രീതിയിലുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ അഡ്വക്കേറ്റ് സമ്പത്ത്, ഇവിടെ നമ്മൾ ഈ ബാക്ക് ടു ദ ബാലറ്റ് എന്നുള്ളത് കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും ഒരു മുദ്രാവാക്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. അപ്പോൾ ബാക്ക് ടു ദ ബാലറ്റ് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കേസുമായി ബന്ധപ്പെട്ട് EVM കോടതി എണ്ണിയപ്പോൾ ജയിച്ചയാൾ തോറ്റയാൾ ജയിച്ചു. അപ്പോൾ EVM ഉൾപ്പെടെ സംശയം നിലനിൽക്കുകയാണ്. ഇനിയും എത്രയോ നാളുകളായി സിവിൽ സൊസൈറ്റി കാര്യം പറയുന്നുണ്ട്, EVM മാറ്റണം, ബാലറ്റിലേക്ക് പോകണം എന്നുള്ളത്. ഇപ്പോഴും അക്കാര്യത്തിൽ പോലും ഒരു ഉറപ്പ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കുണ്ട് എന്ന് തോന്നുന്നുണ്ടോ, CPM ഉൾപ്പെടെ?
അജിംസ, ഞാനത് നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം. ഈ പൂർണ്ണമായി അത് ബാലറ്റിലേക്ക് തിരിച്ചു പോകണമോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളതിനേക്കാൾ അപ്പുറമായി ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ അതിൻ്റെ സത്യസന്ധത എന്നുള്ളത് 100% ഉറപ്പുവരുത്തേണ്ടതായ കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ ഈ വോട്ട് ചെയ്യുന്ന ആൾ, ആ വോട്ടർ വോട്ട് ചെയ്തത് ആ പ്രത്യേക സ്ഥാനാർത്ഥിക്ക് അതേ അടയാളത്തിൽ തന്നെയാണ് എന്ന് ഇവിടെ കാണുന്നത്. അത് യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെയാണോ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ള നിലയിലേക്കുള്ളതും കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഇവിടെ ഈ സ്ലിപ്പുകൾ ഇത് പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് റാൻഡമായി ഏകദേശം കുറച്ചെടുത്തിട്ട് അതിൻ്റെ 2% അല്ലെങ്കിൽ 5% എന്നുള്ള നിലയിലേക്ക് പോരാ എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. CPIM നേരത്തെ നൽകിയിരുന്നതായ വിശദമായ നിവേദനത്തിൽ താങ്കൾ ഇവിടെ ഉന്നയിച്ചതായ ഈ വിഷയമടക്കം ഇവിടെ വരുന്നുണ്ട്. ഞാൻ 1 മിനിറ്റ് എടുത്തൊന്ന് പറയാം. ഓരോ വോട്ടും ഇവിടെ നിർണായകമായി വരുന്നത്, ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നമ്മളെ ഇന്ത്യൻ പൗരന്മാരെ, ഈ പറയുന്ന സമ്മതിദായകരെ ഡിസ്പോസബിൾ കമ്മോഡിറ്റി ആയിട്ടാണോ കാണുന്നത്? ആണോ? ഈ ചിലപ്പോൾ ഈ ഒരുപാട് ആളുകളൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ അത്തരത്തിൽ ചായ അല്ലെങ്കിൽ എന്തെങ്കിലും പാനീയങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള ഡിസ്പോസബിൾ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു, അതെല്ലാം കഴിക്കുന്നു, കഴിച്ചിട്ട് ഇതെല്ലാം ചവറുകൂനയിലേക്ക് ഈ കപ്പ് വലിച്ചെറിയുന്നു, അതെല്ലാം പിന്നെ കൊണ്ടുപോയി കത്തിക്കുന്നു അല്ലെങ്കിൽ കുഴിച്ചു മൂടുന്നു എന്നുള്ള നിലയിൽ ബയോഡിഗ്രേഡബിൾ ആണെങ്കിൽ, അപ്പോൾ എന്താ ഇന്ത്യയിലെ സമ്മതിദായകരുടെ സമ്മതിദാനാവകാശത്തെ അങ്ങനെ ഒരു ഡിസ്പോസബിൾ കമ്മോഡിറ്റി ആയിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കാണുകയാണോ? അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കണ്ടാൽ തന്നെ അത് വിലക്കെടുക്കാൻ കഴിയുന്നതാണെന്നൊക്കെ അവരങ്ങനെ വിശ്വസിച്ചാൽ പോലും അല്ലെങ്കിൽ അങ്ങനെ ധരിച്ചാൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് നിലവാരം എന്താ 2014 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു പാർട്ടിക്ക്, BJPക്ക് വെറും 31% വോട്ട് ലഭിച്ചപ്പോഴാണ് അവർക്ക് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരാൻ. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പാർട്ടിക്ക് വെറും 31% വോട്ട് ലഭിച്ചപ്പോൾ. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോക്കണം, അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് 2019 തെരഞ്ഞെടുപ്പ്. 2019 തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായി. അത് ഏതാണ്ട് 37% വരികയാണ്. 37% അവർക്ക് വോട്ട് വന്നപ്പോഴത്തേക്ക് അവർക്ക് 330ഓളം സീറ്റുകളിൽ ജയിക്കാനായി കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1% വോട്ടിൻ്റെ ഇടിവുണ്ടായി. അത് 36%, 36.3% അങ്ങനെ ഇടിയുകയാണ്. അങ്ങനെ വന്നപ്പോൾ 1% വോട്ടിൻ്റെ വ്യത്യാസം കൊണ്ട് 63 MPമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായി. 63 MPമാരുടെ ആ കുറവ് കൊണ്ട് തന്നെ സംഭവിക്കുന്നത് എന്നുള്ളത് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത നിലയിലേക്ക് വരികയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വേളയിൽ തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടുകൾ ചേർത്ത്, അജിംസ് നേരത്തെ ചോദിച്ചു, വോട്ടുകൾ ചേർത്താൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ടിടത്തോ ചിലപ്പോൾ അറിയാതെ ഈ പറയുന്നതല്ല, ഒരു വിവാഹബന്ധം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി, അതുകൊണ്ട് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും പോയി ഇതിവിടെ നിന്ന് മാറ്റിയില്ല. പക്ഷെ വളരെ പെട്ടെന്ന് അത്തരത്തിൽ വല്ലാതെ ഇങ്ങനെ ഈ കടന്നൽ കൂടിൽ നിന്ന് ഇങ്ങനെ പറന്നു വരുന്നത് പോലെ അങ്ങനെ വോട്ട് വരുമോ? UP ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് നോക്കി സെർച്ച് ചെയ്തിട്ട് വെറും 2700 വോട്ടിനാണ് BJP ജയിച്ചത്. ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ് മണ്ഡലത്തിൽ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നാണ് പ്രധാനമായും അവിടെ ഈ പരാതി വന്നത്. രേഖാമൂലമടക്കം നൽകി. പലപ്പോഴും ഭരണാധികാരികളെ ഒന്നും സമ്മതിച്ചില്ല എങ്കിൽ പോലും നിർബന്ധം അവസാനം പരിശോധിക്കേണ്ടത് 32,000 വോട്ടുകൾ നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നു. ഉത്തർപ്രദേശിലെ മറ്റൊരു മണ്ഡലത്തിൻ്റെ പേര് മീററ്റ് എന്നുള്ളതാണ്. വളരെ പ്രസിദ്ധമായ ഒരു മണ്ഡലമാണ്. 1857 കലാപത്തിൻ്റെ ആദ്യത്തെ കൊടിക്കൂറ ഉയർത്തപ്പെടുന്നത് പോലും അവിടെ നിന്നാണ്. ആ മീററ്റിൽ BJP ജയിച്ചു എന്ന് പറയുന്നത് അവിടെ ഒരു 10,000 വോട്ടുകൾക്കാണ് BJP മീററ്റിൽ ജയിച്ചത്. അവിടെ നീക്കം ചെയ്യേണ്ടി വന്നത് പരാതികളെ തുടർന്ന് പരിശോധിച്ച് പൂർത്തിയായില്ല എന്നിട്ട് 60,000 വോട്ടുകൾ അങ്ങനെ നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോഴാണല്ലോ ഇപ്പോൾ സർ അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഓച്ചാനിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ വാൽമീകി നഗർ എന്ന് പറയുന്ന ഒരു നിയമസഭാ മണ്ഡലം, ആ വാൽമീകി നഗർ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ അവിടെ ഈ 5,000-ലധികം വോട്ടർമാരെ പുതുതായി ചേർത്തിരിക്കുന്നതായി ഇപ്പോൾ കണ്ടെത്തി പരാതികളൊക്കെ വന്നു. അപ്പോൾ 1000-ലധികം പേര് ഉത്തർപ്രദേശുകാരാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവരിങ്ങനെ ഈ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇങ്ങനെ കൂട്ടത്തോടെ ഈ വോട്ടുകളെല്ലാം ഇത്തരത്തിൽ ഇങ്ങനെ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വളരെ കൃത്യമായി ആസൂത്രിതമായി അത്തരത്തിലുള്ള ഇതൊന്നും ഇലക്ഷൻ മാനേജ്മെന്റ് അല്ല, ഇതെല്ലാം തന്നെ ചെയ്യുന്നു. അതല്ല സാങ്കേതികമായി തന്നെ വോട്ട് പോൾ ചെയ്യപ്പെടുന്നു. ഇതൊന്നും നമുക്ക് ഇപ്പോഴും അറിയില്ല. ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷവും വളരെ നന്ദി ശ്രീ ഷാബു പ്രസാദ്, സമ്പത്ത്, രഞ്ജിത് മാരാർ, KP നൌഷാദിൽ ഇത്രയും സംസാരിച്ചതിന് ഇടവേള.